ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ആയില്യം നക്ഷത്ര ജാതരുടെ 2025 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആയില്യം നക്ഷത്ര ജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുമെങ്കിലും കർമ്മരംഗത്ത് അധ്വാനഭാരം വർദ്ധിക്കും. അതിനനുസരിച്ചുള്ള ധനാഭിവൃദ്ധിയും ഉണ്ടാകും. മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിച്ചില്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വിമർശനത്തിന് പാത്രമാകും. അമിത ആത്മവിശ്വാസം കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്നു ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഗുണകരം. കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി കുടുംബകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാൻ ഇടവരും. കുടുംബത്ത് പിതാവിനോ പിതൃതുല്യരായവർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്ത് ഗ്രഹോപകരണങ്ങളും വിശേഷപ്പെട്ട വസ്തുവകകളും സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വാങ്ങിക്കാൻ സാഹചര്യം കൈവരും. കാർഷിക രംഗത്തുള്ളവർക്കും കച്ചവടക്കാർക്കും അതുപോലെ തന്നെ വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു. ആയില്യം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ചതുർഗ്രഹയോഗം കാണുന്നു. തന്മൂലം എല്ലാ രംഗത്തും കാര്യവിജയവും അംഗീകാരവും ഉണ്ടാകും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉന്നതരിൽ നിന്നും പ്രശംസയും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കും. നിരാശാബോധം മാറിക്കിട്ടും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുമെങ്കിലും അധിക ചെലവുകൾക്ക് ഇടവരും. കുടുംബവുമായി അകന്ന് കഴിയാൻ ഇടവരും. ജൂലൈ മാസത്തിൻ്റെ ആദ്യ ഭാഗം കുറച്ച് വൈമുഖ്യങ്ങൾ അനുഭവപ്പെടുമെങ്കിലും മാസാന്ത്യം കഴിയുന്നതോടെ അതിന് ഇളവ് വരികയും മാസ അന്ത്യത്തോടെ ഗുണഫലങ്ങൾ ഏറി അനുഭവപ്പെടുകയും ചെയ്യും. കച്ചവട രംഗത്തുള്ളവർക്ക് പൊതുവെ ഗുണകരമായ അനുഭവമുണ്ടാകും. കാർഷിക രംഗത്തുള്ളവർക്കും സാമ്പത്തിക പുരോഗതി കൈവരും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും സമയം പൊതുവെ ഗുണകരമായി കാണുന്നു. ആയില്യം നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മാസത്തിൻ്റെ മധ്യഭാഗം വരെ സമയം അത്ര ഗുണകരമായി കാണുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് പേരുദോഷം വരാതെ നോക്കണം. മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. തൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നലുണ്ടാകും. പക്ഷേ അത് വെറും മനസ്സിൻ്റെ തോന്നൽ മാത്രമായി കണ്ടാൽ മതി. നാടും വീടും വിട്ട് താമസിക്കേണ്ടതായി വരും. സ്വന്തം സഹോദരങ്ങളിൽ നിന്നും എതിർപ്പുകളെ നേരിടേണ്ടി വരും. അത് സ്വന്തം നന്മയ്ക്കാണെന്ന് മനസ്സിലാകാൻ വൈകുമെന്ന് മാത്രം. പകർച്ചവ്യാധികളും രോഗാതി ദുരിതങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ആകുന്നതും പുറത്തുനിന്നുള്ള ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുക. ആത്മാർത്ഥ സുഹൃത്തുക്കൾ അസൂയാലുക്കളായി മാറാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിച്ചു മുന്നോട്ട് നീങ്ങുക. മാസാന്ത്യത്തിൽ പ്രതീക്ഷിക്കാത്ത ധനാഗമനം ഉണ്ടാകും. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും കൈവരും. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരും. ആയില്യം നക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ജോലി ലഭ്യമാകും. കർമ്മരംഗത്ത് അഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കും. തൊഴിലിനായി അപേക്ഷിച്ച് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞവർക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയവും സ്കോളർഷിപ്പുകൾ മുതലായവ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഉന്നതി കൈവരും. കുടുംബത്തിൽ പിതാവിനോ പിതൃതുല്യരായവർക്കോ അപ്രതീക്ഷിതമായി ചില അസുഖങ്ങൾ പെടുമെങ്കിലും അഷ്ടമത്തിലെ പൂജദൃഷ്ടി മൂലം അതിൽ നിന്ന് മോചനമുണ്ടാകും. വിവാഹപ്രായമായവർക്കും വിവാഹം നടക്കാനും ജോലിയുള്ള പങ്കാളിയെ ലഭിക്കാനും ഇടവരും. പൊതുവെ സെപ്റ്റംബർ മാസം ആയില്യം നക്ഷത്ര ജാതർക്ക് ഗുണകരമായി കാണുന്നു. ആയില്യം നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്കും മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും എല്ലാം കൊണ്ടും സമയം ഗുണകരമായി കാണുന്നു. ആഗ്രഹ സാഫല്യമുണ്ടാകും. കർമ്മരംഗത്തുള്ളവർക്ക് തൊഴിൽ ഉയർച്ചയും അംഗീകാരവും ഉണ്ടാകും. വെട്ടിത്തുറന്നുള്ള സംസാരവും മുൻകോപവും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. സംസാരത്തിൽ വിനയവും മിതത്വവും പാലിക്കണം. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ പ്രവൃത്തികൾ മൂലം മനോദുഃഖത്തിന് ഇടവരും. ബന്ധുക്കളെ ശത്രുമനോഭാവത്തോടെ കാണുന്ന സ്വഭാവം ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് പല ബുദ്ധിമുട്ടുകൾക്കും മാനസിക സമ്മർദ്ദത്തിനും ഇടവരുത്തും. യാത്രാവേളകളിൽ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും ഉണ്ടാകണം. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം കൈവരും. ആയില്യം നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മാസാരംഭത്തിൽ ചെറിയ ക്ലേശങ്ങളും പിന്നീട് ഗുണാനുഭവങ്ങളുണ്ടാകും.
പരാജയഭീതി, കുടുംബക്ലേശം, ഉന്നത തലങ്ങളിൽ നിന്നുള്ള പ്രതിബന്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയുണ്ടാകുമെങ്കിലും മാസമധ്യത്തോടെ അതെല്ലാം തരണം ചെയ്ത് ഉന്നതി കൈവരും. പുതിയ വാഹനയോഗം കാണുന്നു. ഗ്രഹദോഷങ്ങൾ മാറിക്കിട്ടും. എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് ആത്മവിശ്വാസവും കൈവരും. സാമ്പത്തിക ഉയർച്ചയും കൈവരും. പുതിയ ഗ്രഹം വാങ്ങിക്കാനോ പുതിയ ഗ്രഹം നിർമ്മിക്കാനോ യോഗം കാണുന്നു. ദാമ്പത്യബന്ധം ശോഭനമാകും. വിദ്യാർത്ഥികൾക്ക് അലസത മാറി ആത്മവിശ്വാസവും വിദ്യാ അഭിവൃദ്ധിയും കൈവരും. ആയില്യം നക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഡിസംബർ മാസം പൊതുവെ ഗുണകരമായി കാണുന്നു. തൊഴിൽ രംഗത്ത് ഉയർച്ചയും അംഗീകാരവും അഭിവൃദ്ധിയും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും ലഭിക്കും. സാമ്പത്തികമായി വൻ പുരോഗതി കൈവരുമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യണം. അർഹതയില്ലാത്തവർ സാമ്പത്തിക സഹായത്തേടി വരും. അവരുടെ ചതിയിൽപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കണം. എന്നാൽ അർഹതപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ കർമ്മരംഗത്ത് വൻ പുരോഗതിയും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകും. ഈശ്വരവിശ്വാസത്തോടെ നീങ്ങിയാൽ ഈ ഡിസംബർ മാസം വളരെ ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും സമയമായിരിക്കും. ആയില്യം നക്ഷത്രജാതരുടെ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിൽ കണ്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.